ഇത് നമ്മൾ പൊരിക്കും. ഹലോ മച്ചന്മാരെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും CF ടച്ച് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു ബഹൂർ കത്തിക്കുന്ന ഒരു മെഷീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് റേറ്റ് കൊടുത്തിട്ട് നേരെ നമ്മളുടെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് ഇത് പവർ ഓൺ ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം പവറൊക്കെ ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തപ്പം പവർ ഓണായി ഓഫ് ആവുന്നുണ്ട്. പക്ഷേ നമുക്കിനി ചാർജ് കുത്തിയിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതിന് ചാർജിങ് ഫുൾ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ അരമണിക്കൂർ ചാർജിങ് കുത്തി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചാർജ് കയറിക്കണോ എന്ന് നോക്കാം. പക്ഷേ പവർ ഓണാ ഗ്രീൻ കളർ കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചാർജ് ലോഡായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബഹൂർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് പുകയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബഹൂർ ഇട്ട ഉടനെ തന്നെ ഇത് ഓഫായും ചെയ്തു. അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് റെഡ് കളർ കത്തണം. അപ്പോൾ ഇതിൽ ചാർജ് ലോഡായി നിൽക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ ഒന്ന് അയച്ചിട്ട് ഇതൊന്ന് ബാറ്ററിയോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അയച്ചത് എങ്ങനെയാണ് നമുക്കും അറിയില്ല. പക്ഷേ നമ്മൾ കുറച്ച് സമയം പിടിച്ചു ഇതിൻ്റെ സ്ക്രൂ കണ്ടെത്താൻ. കാരണം എങ്ങനെയായാലും ഏതെങ്കിലും സൈഡിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ബാക്കത്തെ കേസ് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ഡബ്ബർ ബുഷിൻ്റെ അടിയിൽ അയക്കാണ്ട് ഒരു 6 സ്ക്രൂ വരുന്നുണ്ട്. അത് നമ്മൾ നേരെ അയച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ അയച്ചപ്പോൾ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് അയിമേൽ ഒരു 2 സ്ക്രൂ വരുന്നുണ്ട്. അതുകൂടി അയച്ചാൽ മാത്രമേ നമുക്കിത് തള്ളാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 സ്ക്രൂ കൂടി അയച്ചിട്ട് ഇത് നേരെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളത്തെ കേസ്. അങ്ങനെ നമ്മൾ 2 സ്ക്രൂ അയച്ചെടുത്ത് ഇതിൻ്റെ കേസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്മേലും 5-6 സ്ക്രൂ വരുന്നുണ്ട്. അതും കൂടി അയച്ചെടുത്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എത്താൻ വയ്ക്കുകയുള്ളൂ. നമുക്ക് ഇനി അതുകൂടി അയച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അയച്ചെടുത്തപ്പോൾ തന്നെ ചെറിയൊരു ബോർഡും പിന്നെ ഒരു ഹീറ്റ് ആവാനുള്ള ഒരു ചെറിയൊരു കമ്പി കൊണ്ട് വളച്ച് അതുകൊണ്ട് ഒരു ബാറ്ററിൻ്റെ ഒരു ചാർജറുണ്ട്. ഇത്ര ഓപ്ഷൻ മാത്രമേ ഇതിൽ കിടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ കിടക്കുന്നുള്ളൂ. വേറെ ബോർഡ് കംപ്ലൈൻ്റ് ഒന്നും കാണില്ല, ഒക്കെ നീറ്റായി കിടക്കുന്നുണ്ട്. ഓൾറെഡി ഇതിന് ബാറ്ററി കംപ്ലൈൻറ്റ് വരാനേ സാധ്യത ഉള്ളൂ, കാരണം ഹീറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മളെടുത്തുണ്ടായിന് ഡ്രിൽ മെഷീനിൻ്റെ ഉള്ളത്തെ ബാറ്ററി കുറച്ച് ഒരു 5-6 ഉണ്ടായിന്. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ ഇതിലെ ഉള്ളിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കിത് വർക്കിംഗ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ മെഷീൻ ഫുൾ ഫിറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹൂറൊക്കെ ഇട്ടിട്ട് നല്ല ചേൽക്ക് പുകയണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ മെഷീൻ ഇത്ര കംപ്ലൈൻറ്റ് ഉള്ളതിന് ബാറ്ററി പ്രോബ്ലം ഇനി അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.